കോട്ടയം എരുമേലി പഞ്ചായത്തുകളിൽ 3 വാർഡുകളിൽ യു.ഡി.എഫിന് തലവേദന സൃഷ്ടിച്ച റിബലുകൾ. ലീഗിന് നൽകിയ ഒരു സീറ്റിൽ കോൺഗ്രസ് നേതാവാണ് യു.ഡി.എഫ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. ഇതിനെതിരെ ലീഗ് മണ്ഡലം ട്രഷററാണ് റിബലായി മത്സരിക്കുന്നത്. എരുമേലി പഞ്ചായത്തിലെ ശ്രീനിപുരം 22-ാം വാർഡിൽ നിലവിലെ മെമ്പർ ലിസി സജിയാണ് കോൺഗ്രസ് വിമത. പഴയിടം വാർഡ് 1-ൽ നിലവിലെ മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ അനിത സന്തോഷും റിബലായി മത്സരരംഗത്തുണ്ട്. 5-ാം വാർഡിൽ യു.ഡി.എഫ് സ്വതന്ത്രൻ നാസർ പനച്ചിക്കെതിരെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ നിസാർ പ്ലാമൂട്ടിലും മത്സരിക്കുന്നു. ലീഗിന് നൽകിയ സീറ്റിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവായ നാസർ പനച്ചി സ്വതന്ത്രനായി എത്തുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് നിസാർ മത്സരിക്കുന്നത്. അത് എല്ലാ കാലവും മുസ്ലിം ലീഗ് മത്സരിക്കുന്ന വാർഡാണ് എരുമേലി വാഴക്കാല 5-ാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ സിറ്റിംഗ് വാർഡ്. അത് ഈ പ്രാവശ്യം മുസ്ലിം ലീഗ് ലഭിക്കുകയും മത്സരിക്കാനായിട്ട് പാർട്ടിയുടെ കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തതാണ്. അതിനുശേഷം പിന്നീടുണ്ടാകുന്നത് മുസ്ലിം ലീഗ് കമ്മിറ്റി കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വെച്ചു മാറുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും അതിനോടുള്ള പരിഭവത്തിലാണ് വാഴക്കാലയിൽ മത്സരിക്കാൻ തയ്യാറായത്. പാർട്ടി സീറ്റ് മറ്റൊരാൾക്ക് കൈമാറിയതിൽ ഭയങ്കരമായ ദുഃഖവും അമർഷവുമുണ്ട്. എന്നാൽ തന്നെ യു.ഡി.എഫ് നേതൃത്വമാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതെന്ന് നാസർ പനച്ചി പറഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് എന്നെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് എരുമേലിയിലെ കോൺഗ്രസ് നേതൃത്വവും തമ്മിലിരുന്ന് ഒന്നിച്ചിരുന്നെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. കഴിഞ്ഞ ഭരണകാലത്തും വ്യക്തമായ ഭൂരിപക്ഷം ഒരു മുന്നണിക്കും ഇല്ലാത്ത പഞ്ചായത്തായിരുന്നു എരുമേലി. അതിനാൽ 5 വർഷത്തിനിടയിൽ ഒന്നിലേറെ പ്രാവശ്യവും ഭരണമാറ്റവും സംഭവിച്ചു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.